പ്രൈസ് ദി ലോർഡ്. ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പൗലോസ് ആധികാരികമായി ധൈര്യത്തോട് പറയുകയാണ്, തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം. നമ്മളെ ദൈവം വിളിച്ചത് എവിടേക്കാണ്? ദൈവീക കൂട്ടായ്മയിലേക്കാണ്. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളിൽ പലരും, അതേ ദൈവത്തെ അറിയുന്ന പ്രിയപ്പെട്ടവർ, നിങ്ങളൊക്കെ വ്യത്യസ്തമായ പല കൂട്ടായ്മകളിൽ കൂടുന്നതാണ്, സഭകളിൽ കൂടുന്നവരാണ്. സഭ എന്ന വാക്ക് തന്നെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാ പറയുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ചേർന്ന് ദൈവം നിങ്ങളെ ആക്കി വെച്ചത് എന്തിനാണെന്നറിയാമോ? അത് ദൈവികമായ ഒരു കൂട്ടായ്മയായതുകൊണ്ടാണ്. ആ കൂട്ടായ്മയിലേക്ക് എന്നെയും നിങ്ങളെയൊക്കെ വിളിച്ചിരിക്കുന്നത്, അർത്ഥാൽ ദൈവം തന്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നത് ദൈവമാകയാൽ ഈ കൂട്ടായ്മ ജീവിതത്തിനകത്ത് നമുക്കുണ്ടാകുന്ന സകല പ്രതികൂലങ്ങളിലും നമ്മെ വിടുവിച്ചു കൊണ്ടുവരുവാൻ നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തൻ എന്നാണ് പൗലോസ് പറയുന്നത്. ലോകം നമ്മളോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ, മനുഷ്യർ നമ്മളോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ, നാം ഉൾപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രസ്ഥാനങ്ങൾ നമ്മളോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ, നാം കൂടുന്ന വിഭാഗങ്ങൾ, നാം കൂടുന്ന കൂട്ടു സംവിധാകൾ അതേ നമ്മളോട് അവിശ്വസ്തത കാണിക്കുമ്പോൾ, ഒരു അവിശ്വസ്തതയും കാണിക്കാതെ വേണം വിശ്വസ്തയോടെ തന്റെ മാർവോട് ചേർത്ത് പിടിച്ച് മകനെ മകളെ എന്ന് വിളിക്കുന്ന ഒറ്റ ദൈവമേ ഉള്ളൂ. അത് ഞാനും നിങ്ങളും ആരാധിക്കുന്ന വിശ്വസ്തനായ ദൈവമാണ്, യേശുവാണ് എന്ന് ഇന്ന് പകൽക്കാലം നാം ഓർത്തുകൊള്ളുക. ഇവിടെ പൗലോസ് സഭയോട് പറയുക, നിങ്ങളെ വിളിച്ചതാ, നമ്മളെ വിളിച്ചത് ദൈവമാ. പ്രിയപ്പെട്ടവരെ, വ്യക്തികളല്ല നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഒരുപക്ഷെങ്കിൽ എന്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് കാരണമായി ചിലരെയൊക്കെ ദൈവം ഒരുക്കി നമ്മുടെ മുൻപിൽ കൊണ്ടുവന്ന് രക്ഷയുടെ ആ പ്രത്യാശയുടെ വചനം നമ്മളോട് പറഞ്ഞു തന്ന് നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് സത്യമാണെങ്കിലും ആ വ്യക്തികളിൽ കൂടെ നമ്മെ വിളിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ആ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണെന്നാണ് പൗലോസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആരൊക്കെ നമ്മളോട് അവിശ്വസ്തത കാണിച്ചാലും ഞാനും നിങ്ങളും തളർന്നു പോകരുത്. കാരണം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലതാ. ആശ്രയം ദൈവത്തിൽ വെച്ച് വിശ്വാസത്തോടും വിശുദ്ധിയോടും വേർപാടോടും, അർത്ഥാൽ ദൈവിക വചനത്തിന്റെ പ്രമാണമനുസരിച്ച് ജീവിപ്പാൻ തന്റെ ഇടം കാണിച്ചാൽ ആരൊക്കെ മാറിപ്പോയാലും സ്വർഗത്തിലെ ദൈവം നമ്മെ കൈവിടുകയില്ല. യേശു പറഞ്ഞൊരു വാക്കിങ്ങനെയാ, ഞാൻ വിശ്വസ്തനാകയാൽ നിങ്ങളും വിശ്വസ്തരായിരിപ്പീൻ. ഞാൻ വിശുദ്ധരാകയാൽ നിങ്ങളും വിശുദ്ധരാകുകയും. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, ആകയാൽ എന്നിൽ കൂടെ വെളിച്ചം പ്രാപിച്ച ദൈവവൈതലേ നിങ്ങളും വെളിച്ചമുള്ളവരാകണം. ഇങ്ങനെ യേശു പറഞ്ഞ ഒരുപാട് വചനങ്ങൾ നമ്മൾ കേൾക്കുകയും കാണുകയും വായിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ മാനുഷിക വാക്കുകളേക്കാൾ അധികമായി ദൈവത്തിന്റെ വാക്കിന് വില കൊടുത്ത് മുൻപോട്ട് പോകുവാൻ നാം തയ്യാറുള്ളവരായി തീർന്നാൽ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ ഏത് ആവശ്യത്തിലാണോ ഭാരപ്പെട്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണോ നിങ്ങൾ തളർന്നിരിക്കുന്നത്, ആ വിഷയത്തിന്മേൽ ദൈവം വിശ്വസ്തനായി ഇറങ്ങി വന്ന നിങ്ങളുടെ കരത്തെ പിടിച്ച് അവൻ നിങ്ങളോട് വിശ്വസ്തത കാണിക്കാൻ പോകുകയാണ്. ആകയാൽ ആരെങ്കിലും നിങ്ങളോട് ചെയ്ത വേദനാജനകമായ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ തളരുകയല്ല. വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ കരത്തെ പിടിച്ച് ഞാൻ നിങ്ങളെ അനാഥരായി വിടുന്ന ദൈവമല്ല എന്ന് അരുളി ചെയ്ത ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ കർത്താവിനോട് ചേർന്ന് നമുക്കിന്ന് പകൽക്കാലം യാത്ര ചെയ്യാം. നമ്മുടെ വഴിയിൽ ഒരു ശത്രുവും നമ്മെ തകർത്ത് കളയാതെ വേണം, ഒരു ശത്രുവും നമ്മളെ ഇല്ലാതാക്കാതെ വേണം. നമ്മളെ എത്തേണ്ടിടത്ത് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. ആ വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ
നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിനോട് ചേർന്ന് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നതുപോലെ ഈ പകൽക്കാലം ദൈവത്തോട് ചേർന്ന് നടക്കാം. വിശ്വസ്തത നമ്മൾ ദൈവത്തോട് കാണിക്കാം. ദൈവം നമ്മളോടുള്ള വിശ്വസ്തത ദൈവം കാണിക്കുക തന്നെ ചെയ്യും. ദൈവ വിശ്വസ്തതയുടെ മറവിൽ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായം നമ്മോട് കൂടെയുണ്ട്. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നിങ്ങളെ ദൈവത്തിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളിൽ മേൽ വിശ്വസ്തനായി കൂടെയുണ്ട്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.